ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാഷണൽ കൗൺസിൽ സ്റ്റാഫ് സൈഡിൻ്റെ മീറ്റിംഗ് 15 നവംബർ 2025 നടന്നു. 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച് TORലേക്ക് 40 പോയിന്റുകൾ ഈ മീറ്റിംഗിൽ നിർണയിച്ചു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് നാഷണൽ കൗൺസിൽ ഫോർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് 15 നവംബറിന് നടത്തിയ മീറ്റിംഗിൻ്റെ വിശദാംശങ്ങൾ 17 നവംബർ 2025 പബ്ലിഷ് ചെയ്തതാണ്. ഈ ലെറ്ററിൻ്റെ 2ാമത്തെ പാരഗ്രാഫിൽ TOR സംബന്ധിച്ച് 40 പോയിന്റുകൾ നൽകിയിരിക്കുന്നു. ഈ പോയിന്റുകൾ പരിശോധിച്ച് എല്ലാ സംഘടനകളും തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എത്രയും വേഗം സ്റ്റാഫ് സൈഡിന് നൽകാൻ അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തി ഒരു മെമ്മോറാണ്ടം 8ാം ശമ്പള കമ്മീഷന് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. 1ാമത്തെ പോയിന്റ്, മിനിമം സാലറിയും പെൻഷനും നിശ്ചയിക്കുമ്പോൾ മുതിർന്ന ഒരാൾക്ക് ആവശ്യമായ കലോറി, കുടുംബ യൂണിറ്റുകളുടെ എണ്ണം, അധിക ഭക്ഷണം, ഭക്ഷ്യേതര വസ്തുക്കൾ, വസ്ത്രങ്ങൾ, ഭക്ഷണത്തിനാവശ്യമായ ചേരുവകളുടെ വില, ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ചിലവുകൾ എന്നിവയെല്ലാം കണക്കിലെടുത്തു വേണം തീരുമാനിക്കേണ്ടത്. 2ാമതായി, നിലവിലുള്ള ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഫിറ്റ്മെന്റ് ഫാക്ടർ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 3ാമതായി, ഏറ്റവും ഉയർന്ന ശമ്പളം നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 4ാമതായി, നിർദ്ദിഷ്ട ശമ്പള ഘടനയും ഇൻക്രിമെൻറ്റും സംബന്ധിച്ച്. 5ാമതായി, പ്രൊമോഷനിലെ MACP അനുസരിച്ചും ഉള്ള ശമ്പളം നിശ്ചയിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ. 6ാമതായി, 8ാം ശമ്പള കമ്മീഷൻ നിലവിൽ വരുന്ന തീയതി സംബന്ധിച്ച് വ്യക്തത വരുത്തണം. 7ാമതായി, സ്പെഷ്യൽ പേ നൽകുന്ന വിഭാഗങ്ങൾ സംബന്ധിച്ച്. 8ാമതായി, കേന്ദ്ര സർക്കാരിൻ്റെ പൊതുവായ വിഭാഗങ്ങളായ ക്ലറിക്കൽ, മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, ഷോപ്പ് കീപ്പിംഗ് സ്റ്റാഫ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, ഡ്രൈവേഴ്സ്, ഫയർ ഫൈറ്റിംഗ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പിംഗ് സ്റ്റാഫ്, MTS, പാരാമെഡിക്കൽ സ്റ്റാഫ്, ലൈബ്രറി സ്റ്റാഫ്, ലബോറട്ടറി സ്റ്റാഫ്, വെറ്ററിനറി സ്റ്റാഫ്, സയൻറ്റിഫിക് സ്റ്റാഫ് മുതലായ വിഭാഗങ്ങളുടെ അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംബന്ധിച്ച്. 9ാമതായി, തസ്തികകളുടെ വർഗീകരണം സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കണം. 10ാമതായി, ഗ്രാമീണ തപാൽ സേവനങ്ങൾ സംബന്ധിച്ച്. 11ാമത്തെ പോയിന്റായി, അലവൻസുകളും അഡ്വാൻസുകളും സംബന്ധിച്ച്. 12ാമതായി, ട്രാൻസ്പോർട്ട് അലവൻസ് സംബന്ധിച്ച്. 13ാമതായി, ഡെപ്യൂട്ടേഷൻ ഡ്യൂട്ടി അലവൻസ് സംബന്ധിച്ച്. 14ാമതായി, ട്രാവൽ അലവൻസും ട്രാൻസ്ഫർ ഗ്രാൻറ്റും സംബന്ധിച്ച്. 15 CA അഥവാ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് സംബന്ധിച്ച കാര്യങ്ങൾ. 16 DA അഥവാ ഡെയിലി അലവൻസ് സംബന്ധിച്ച കാര്യങ്ങൾ. 17 ഓവർ ടൈം അലവൻസ്. 18 റിസ്ക് അലവൻസ്. 19 നൈറ്റ് ഡ്യൂട്ടി അലവൻസ്. 20 പേഷ്യൻ്റ് കെയർ അതുപോലെ തന്നെ നഴ്സിംഗ് അലവൻസുകൾ ഇവ സംബന്ധിച്ച്. 21 നോർത്ത് ഈസ്റ്റ് റീജിയനിലെ സ്പെഷ്യൽ അലവൻസുകളും ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസും സംബന്ധിച്ച കാര്യങ്ങൾ. 22 മറ്റെല്ലാ അലവൻസുകളും പുതിയതായി ഉൾപ്പെടുത്തേണ്ട അലവൻസുകളും സംബന്ധിച്ച കാര്യങ്ങൾ. 23 താമസ സൗകര്യം, ഹൗസ് ബിൽഡിംഗ് അലവൻസ് എന്നിവ സംബന്ധിച്ചത്. 24 ഹൗസ് റെൻ്റ് അലവൻസ്. 25 പ്രൊമോഷനും MACPയും. 26 കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി സംബന്ധിച്ചത്. 27 ലീവ് സംബന്ധമായ പ്രശ്നങ്ങൾ. 28 ട്രാവൽ കൺസെഷൻ. 29 മെഡിക്കൽ സൗകര്യങ്ങൾ സർവീസിലുള്ളവർക്കും പെൻഷനേഴ്സിനും. 30 വനിതാ ജീവനക്കാരുടെ കാര്യങ്ങൾ സംബന്ധിച്ചത്. 31 അത്യാവശ്യമായ ഹോം പോസ്റ്റിങ്ങുകൾ സംബന്ധിച്ച കാര്യങ്ങൾ. 32 കരാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ. 33 ബോണസ്. 34 സെൻട്രൽ സെക്രട്ടേറിയറ്റും ഫീൽഡ് ഓഫീസുകളും തമ്മിലുള്ള തുല്യത സംബന്ധിച്ച്. 35 ട്രാൻസ്ഫർ പോളിസി. 36 സേവന കാര്യങ്ങളെപ്പറ്റിയുള്ള ഡിസ്കഷനുകൾ. 37 പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച്. 38 1 ജനുവരി 2026 മുൻപുള്ള എല്ലാ പെൻഷൻകാർക്കും പെൻഷൻ പരിഷ്കരണം, ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടേഷൻ, ഫാമിലി പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച്. 39 എല്ലാ തരത്തിലുള്ള പരാതികൾക്കും പരിഹാരം
40 മിസലേനിയസ് പ്രോബ്ലംസ്, അതായത് മറ്റു പ്രശ്നങ്ങൾ. ഈ 40 പോയിന്റുകളെ അടിസ്ഥാനമാക്കി എല്ലാ സംഘടനകളും 15 ഡിസംബർ 2025 അതിനു മുൻപായോ ഇത് സംബന്ധിച്ച രേഖകൾ, വിധിന്യായങ്ങൾ എന്നിവ മറ്റ് പ്രൂഫുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സഹിതം NCJCM സ്റ്റാഫ് സൈഡ് ഓഫീസിലേക്ക് ഇമെയിൽ വഴിയും സ്പീഡ് പോസ്റ്റായോ അഭിപ്രായങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. എല്ലാ സംഘടനകളിൽ നിന്നും അഭിപ്രായങ്ങൾ ലഭിച്ചതിന് ശേഷം ഡ്രാഫ്റ്റ് കമ്മിറ്റി ഓരോ റിപ്പോർട്ടും പഠിച്ച് സ്റ്റാഫ് സൈഡ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനായുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് എല്ലാ സംഘടനകളിൽ നിന്നും അംഗങ്ങളെയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ലെറ്ററിൻ്റെ ഉള്ളടക്കം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.